ഇതേണ്ട ഇപ്പം നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡുയുടെ സെക്കൻഡ് ഓഡിയോ ട്രെയിലർ ഇപ്പോൾ ലീക്കായിരിക്കുവാണ്. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിച്ച കാര്യമാണിത്. അതെ, നമ്മുടെ സാവേജ് ഹൾക്ക് ഈസ് ബാക്ക്. അതിൽ തന്നെ സ്പൈഡർമാൻ പറയുന്നുണ്ട് താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സൈസുള്ള ഹൾക്കാണിതെന്ന്. എന്ന് വെച്ചാൽ മേ ബി സ്പൈഡർമാൻ ഉദ്ദേശിക്കുന്ന സ്പൈഡർമാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സൈസുള്ള ഹൾക്കായിരിക്കും, അല്ലാതെ MCUവിലെ ഏറ്റവും വലിയ ഹൾക്കാകണമെന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ സ്പൈഡർമാൻ ആകെ കണ്ടിലുള്ള ഹൾക്ക് നമ്മുടെ പ്രൊഫസർ ഹൾക്കാണ്. അതിന് എൻഡ് ഗെയിം നമ്മുടെ അയൺമാൻ്റെ ഫ്യൂണറൽ വെച്ചായിരിക്കും. മേ ബി അങ്ങനെയായിരിക്കും സ്പൈഡർമാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതൊന്നുമല്ല MCUവിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഹൾക്കിനെയാണ് ഈ സിനിമ കാണിക്കാൻ പോകുന്നത്. സന്തോഷമേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഹൾക്കിനെ ഇപ്പോൾ ഒരു സൈഡ് കീ ക്യാരക്ടറായിട്ട് എല്ലാ സിനിമയിലും കാണിക്കുന്നത്. ഇപ്പോൾ ഇൻഫിനിറ്റി വാറിലാണ് താനോസിൻ്റെ അടി കൊണ്ട് പേടിച്ച് ഹൾക്ക് വെളി വരാത്ത പോലെ നമുക്ക് തോന്നുന്നത്. പ്രൊഫസർ ഹൾക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഹൾക്ക് ആകെ വീക്കായി. ഇപ്പോൾ ഹൾക്ക് ഫാൻസിനൊക്കെ തലവേദനയാണ് ഇതൊക്കെ കാണുമ്പോൾ. പക്ഷേ ഇവിടെ വരാൻ പോകുന്ന കുഴപ്പമെന്നു വെച്ചാൽ ബേസിക്കലി ഇതൊരു സ്പൈഡർമാൻ മൂവിയാണ്. സ്പൈഡർമാൻ ഇവിടെ തോക്കാൻ പറ്റത്തില്ല, പുള്ളിക്കാരൻ ഇവിടെ ജയിച്ചേ പറ്റൂ. ഒന്നെങ്കിൽ ഹൾക്കിനെ അടിച്ച് ഡിഫീറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ സാം വിൽസൺ ക്യാപ്റ്റൻ അമേരിക്ക റെഡ് ഹൾക്കിനെ എങ്ങനെയാണോ ഇമോഷണലി ക്ലീശി അടിച്ച് ഡൗൺ ചെയ്ത് അതുപോലെ ഇവിടെയും ഹൾക്കിനെ ഡൗൺ ചെയ്യണം. അങ്ങനെ ഡൗൺ ചെയ്യാനാണെങ്കിൽ ഹൾക്കിനെ സാവേജ് ഹൾക്കായിട്ട് ഇവിടെ കൊണ്ടുവരാതിരിക്കുന്നത് നല്ലത്. കാരണം അതും വീണ്ടും പുള്ളിയുടെ ഫെയിമിനെ ബാധിക്കത്തേ ഉള്ളൂ. ഇനി അങ്ങനെ ഡൗൺ ചെയ്യണമെങ്കിൽ തന്നെയാണ് സാവേജ് ഹൾക്ക് വരുന്നെങ്കിൽ സ്പൈഡർമാൻ സംസാരിക്കാൻ ഒരു അവസരം കിട്ടണ്ടേ. സാവേജ് ഹൾക്കിൻ്റെ അടി അറിയാമല്ലോ, പുള്ളി അടി ചോട്ടിക്കും. ഓക്കെ, അപ്പോൾ ബാക്ക് ടു ടോപ്പിക്. ഈ സിനിമയിലപ്പോൾ സ്പൈഡർമാൻ വേഴ്സസ് ഹൾക്ക് ഇവരിൽ ആര് ജയിക്കും? അങ്ങനെ നോക്കുമ്പോൾ ഈ സിനിമയിൽ സ്പൈഡർമാൻ സിനിമയാണെന്ന് മാറ്റി നിർത്തിയാൽ ഒബ്വിയസ്ലി ഹൾക്കേ ജയിക്കും. കാരണം വരാൻ പോകുന്ന സാവേജ് ഹൾക്കാണ്. സാവേജ് ഹൾക്കിനെ സ്പൈഡർമാനെ തോൽപ്പിക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും അയൺമാൻ ഹൾക്കിനെ തോൽപ്പിച്ചല്ലേ പിന്നെ എന്നെ സ്പൈഡർമാന് പറ്റാത്തത്? അയൺമാൻ ശരിക്കും ഹൾക്കിനെ നോക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ആ ബിൽഡിങ്ങിൽ നിന്ന് അയൺമാൻ ഹൾക്കിനെ അടിച്ചിടുന്ന സമയത്ത് ഹൾക്കിൻ്റെ മൈൻഡ് പുള്ളിയുടെ കൺട്രോളിൽ വരുന്നുണ്ട്. പുള്ളി നോക്കുമ്പം ആൾക്കാരൊക്കെ തന്നെ കണ്ട് പേടിച്ച് ഓടുവാണ്. ഹൾക്കിൻ്റെ വീക്ക്നെസ് അത് തന്നെയാണ്, ആൾക്കാർക്ക് തന്നെ പേടിയാണ്, ഇഷ്ടമില്ലെന്നുള്ളത് ഹൾക്കിൻ്റെ ഉള്ളിലുള്ള കോംപ്ലക്സ് ആണ്. ആ സമയം ആ ഫൈറ്റിൽ നിന്ന് ഹൾക്കിൻ്റെ മൈൻഡ് മാറുന്ന സമയത്താണ് അയൺമാൻ ഹൾക്കിനെ അടിച്ച് നോക്കൗട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ റാഗ്നറോക്കിലാണെങ്കിൽ ഹൾക്ക് ബിലോ ആവറേജ് ആണ്. എന്നിട്ട് പോലും തോറിൻ്റെ അത്രയും പവർഫുൾ ആയിട്ടുള്ള 2 പഞ്ച് കിട്ടിയിട്ട് പോലും ഹൾക്ക് നോക്കൗട്ട് ആവുന്നില്ല. പുള്ളിക്കാരൻ വീണ്ടും എഴുന്നേറ്റ് വരുന്നുണ്ട്. ഇപ്പം ഹെലയുടെ കാര്യം നോക്കുവാണെങ്കിൽ തോറിൻ്റെ ഒരു പഞ്ച് കിട്ടി തെറിച്ച് പോയിട്ട് ഹെല തിരിച്ചു വരാൻ തോറ് 100 പേരെ അടിച്ചിരുന്ന സമയം വേണമായിരുന്നു. ഹൾക്കിൻ്റെ കാര്യം അതൊക്കെ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഓഫ്കോഴ്സ് സ്പൈഡർമാൻ ഈ പടത്തിൽ അഡ്വാൻറ്റേജ് കൂടുതലായിരിക്കും. കാരണം വെച്ചാൽ പുള്ളിക്കാരൻ ഇപ്പം മ്യൂട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് ബ്രൂസ് ബാനർ എടുക്കുക ഹെൽപ്പ് ചോദിച്ച് വരുന്നത്. സ്പൈഡർമാൻ ഇപ്പോൾ ഭയങ്കര ഓവർപവർഡാണ്. അതുപോലെ തന്നെ പുള്ളിയുടെ പവേഴ്സൊക്കെ ഒരുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും അൺബാലൻസ്ഡ് ആയിട്ട് കിടക്കുന്ന പോലെ കാണിക്കുന്നത്. അത് നമുക്ക് ആ ഫസ്റ്റ് ട്രെയിലർ കാണുമ്പോഴേ മനസ്സിലാവും. കാരണം ചെറിയൊരു മൈനർ സൗണ്ട് വരെ പുള്ളി ഇപ്പോൾ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ആ പവറൊക്കെ പുള്ളിക്ക് തന്നെ ഇപ്പോൾ ഒരു ഇറിറ്റേഷൻ ആയ രീതിയിലാണ് നമ്മളെ കാണിക്കുന്നത്. ആ വെള്ളം വീഴുന്ന സീനും പുള്ളിക്കാരന് തലവേദന എടുക്കുന്ന സീനും ഒക്കെ നല്ലൊരു എക്സാമ്പിളാണ്. പിന്നെ സ്പൈഡർമാൻ്റെ കാര്യത്തിൽ സ്പൈഡർമാൻ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള പവേഴ്സ് ആണല്ലോ സ്പീഡും സ്പൈഡർ സെൻസും. ഈ സ്പൈഡർ സെൻസ് ഉണ്ടായിട്ട് തന്നെ സ്പൈഡർമാൻ പല വില്ലന്മാരിൽ നിന്നും അടികിട്ടി ചോര വരെ വരുന്നത് നമ്മൾ ഇതിനു മുമ്പുള്ള പല മൂവീസിലും കണ്ടിട്ടുള്ളതാണ്. ഹൾക്കിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഹൾക്കുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ സ്പൈഡർമാൻ ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആവാനാണ് ചാൻസ് കൂടുതൽ. കാരണം വെച്ചാൽ സ്പൈഡർമാൻ ഈ സ്പൈഡർ സെൻസ് ഉപയോഗിച്ച് ഹൾക്കിൻ്റെ പല പഞ്ചസിൽ നിന്ന് എസ്കേപ്പ് ആകാൻ ചാൻസ് ഉണ്ട്. ഈ ഹൾക്കിൻ്റെ അടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ ഹൾക്കിന് നോർമലി ദേഷ്യം കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഹൾക്ക് മച്ച് സ്ട്രോങ്ങർ ആകത്തേ ഉള്ളൂ. ഹൾക്കിന് ഏറ്റവും ദേഷ്യമുള്ള സമയത്ത് ഒരു പഞ്ചെങ്ങാനും സ്പൈഡർമാന് കിട്ടുവാണെങ്കിൽ മേ ബി അത് മതി സ്പൈഡർമാൻ നോക്കൗട്ട് ആകാൻ. ഇനി ഇപ്പോൾ ഇതൊന്നും അല്ലാതെ ഇൻഫിനിറ്റി വാറിൽ ഹൾക്കും താനോസ് തമ്മിലുള്ള അടി നമ്മൾ കണ്ടതല്ലേ. അതിനിടെ താനോസിൻ്റെ സ്ട്രെങ്ത് കാണിക്കാൻ വേണ്ടി ഹൾക്കിനെ അവിടെ ഡിഫീറ്റ് ചെയ്യുന്ന പോലെയാണ് കാണിച്ചിരിക്കുന്നത്. അത് താനോസിൻ്റെ സ്ട്രെങ്ത് കാണിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ തോർ റാഗ്നറോക്കിലാണെങ്കിലും ഹാമർ പോയ തോർ ഇപ്പോഴും ഫൈറ്റ് ചെയ്യാനൊക്കെ കേപ്പബിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഹൾക്കുമായിട്ട് ആ ഫൈറ്റ് കാണിക്കുന്നത്. അതുപോലെ മ്യൂട്ടേഷൻ സംഭവിച്ച സ്പൈഡർമാൻ്റെ സ്ട്രെങ്ത് കാണിക്കാൻ വേണ്ടി സ്പൈഡർമാനും ഹൾക്കും ടൈ പോലെ നിൽക്കുന്ന ഒരു ഫൈറ്റ് കണ്ടേക്കാം മേ ബി. പക്ഷേ അതിന് ചാൻസ് കുറയാൻ കാരണം എന്ന് വെച്ചാൽ ആ ഓഡിയോ ലുക്കിൽ ഹൾക്കിൻ്റെ റോറ് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഹൾക്ക് ഭയങ്കരധികം ദേഷ്യത്തിലാണ്. എന്തായാലും സ്പൈഡർമാൻ ഹൾക്കിനെ കൂൾ ഡൗൺ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഹൾക്ക് ഫാൻസിനും കൂടെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ അത് അത്രയും നല്ലതായിരിക്കും. അതിൽ ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വഴി എന്താണെന്ന് വെച്ചാൽ ബ്രൂസ് ബാനറിൻ്റെ ഹെൽപ്പോടെ ഹൾക്കിനെ കൂൾ ഡൗൺ ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രൂസ് ബാനറും സ്പൈഡർമാനും തമ്മിലുള്ള ഏതെങ്കിലും ഒരു കോൺവെർസേഷനിൽ ഹൾക്ക് എങ്ങാനും വെളിയിൽ വന്നാൽ എങ്ങനെയാണ് ഹൾക്കിനെ കൂൾ ഡൗൺ ചെയ്യുന്നതെന്ന് സ്പൈഡർമാന് മേ ബി ബ്രൂസ് ബാനർ ഒരു ടിപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ടിപ്പ് ഉപയോഗിച്ച് സ്പൈഡർമാൻ ഹൾക്കിനെ കൂൾ ഡൗൺ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ ഹൾക്ക് ഫാൻസിന് റിലേറ്റ് ചെയ്യാൻ പറ്റും, അക്സെപ്റ്റബിളും ആയിരിക്കും. ഇനിയിപ്പോൾ ഇതൊക്കെ വിടുവാണെങ്കിൽ ഹൾക്കും സ്പൈഡർമാനെ റോ ഫൈറ്റ് നടത്തുവാണെങ്കിൽ ഇനി സ്പൈഡർമാൻ എത്ര മ്യൂട്ടേറ്റ് ആയാൽ പോലും ഹൾക്കിനെ ഡിഫൈറ്റ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഐ മീൻ സാവേജ് ഹൾക്കാണെങ്കിൽ കോമിക്സിലൊക്കെയാണ് ഇവർ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. കാരണം പീറ്റർ പാർക്കർ ആണ് സ്പൈഡർമാൻ എന്നറിയാവുന്ന ചുരുക്കം ചേരിൽ ഒരാളാണ് ഹൾക്കും. ഇനി ഇതൊക്കെ എന്തായാലും സ്പൈഡർമാൻ വേഴ്സസ് ഹൾക്ക് എന്ന് പറയുന്ന ഒരു ഫൈറ്റ് 100% ഷുവറാണ്. അത് എന്തായാലും മൂവി കാണും. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഫൈറ്റ് രണ്ടുപേരുടെയും ഫാൻസിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണമെന്ന് മാത്രം. കാരണം വെച്ചാൽ ഇനി സ്പൈഡർമാനോടും കൂടെ ഹൾക്ക് ഡിഫീറ്റ് ചെയ്യുന്ന രീതിയിലെങ്ങാനും വന്നാൽ ഹൾക്ക് കംപ്ലീറ്റ് ജോക്കറായിട്ട് മാറുവാണ് അവിടെ. അങ്ങനെ വരാനിപ്പോൾ സാധ്യത കുറവാണ്. കാരണം ഇന്നലത്തെ ആ ട്രെയിലറിൻ്റെ ലീക്ക് കൂടെ ആയപ്പം ഹൾക്കിൻ്റെ ആ റോറ് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഹൾക്ക് ഭയങ്കര ആംഗ്രിലാണ്. മേ ബി പനീഷറും സ്പൈഡർമാനും ഒക്കെ ചേർന്ന് ഹൾക്കുമായിട്ടുള്ളൊരു ഫൈറ്റ് മേ ബി കണ്ടേക്കാം. ഏതായാലും സാവേജ് ഹൾക്ക് 100% കൺഫേം ആണ്.
അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കാണിച്ചേക്കാം, നമ്മുടെ സ്പൈഡർമാനും ഹൾക്കും പണീഷറും ഒക്കെ ഒരുമിച്ച് നിന്ന് വില്ലൻസുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ സി ഡി സിങ്ങിന്റെ ക്യാരക്ടറും പിന്നെ ഹാൻഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിനുമായിട്ട് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന പോലെ കാണിച്ചേക്കാം. ഈ മൂവിക്ക് ആകെ ഇപ്പം നടക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന്റെ സെക്കൻഡ് ട്രെയിലർ ഇങ്ങനെ ഡിലേ ആകുന്നതാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഓഡിയോ ലീക്കായിട്ടും ആ ട്രെയിലർ റിലീസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് ഹൈപ്പിനെ ഒന്നും ഏതായാലും ബാധിക്കാൻ പോകുന്നില്ല. ഇനി സോണി ഈ ട്രെയിലർ എഡിറ്റ് ചെയ്യാൻ നിന്ന സിനിമ റിലീസായ പോലും ട്രെയിലർ വരുന്ന എനിക്ക് തോന്നുന്നില്ല. ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ ഹൾക്കിൻ്റെ കാര്യത്തിലായാലും സ്പൈഡർമാൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ല എക്സ്പെക്ടേഷൻ എല്ലാവർക്കും ഉണ്ട്. പണീഷറും കൂടെ ഉള്ളപ്പം അതൊന്നുകൂടെ ബൂസ്റ്റ് ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് സിനിമ കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇഫ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ, സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് പ്രസ് ദി ബെൽ ഐക്കൺ. ഇഫ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഗീവ് എ തംസ് അപ്പ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.